everyone, welcome back to my YouTube channel. ആദ്യം തന്നെ ലാസ്റ്റ് വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയ സപ്പോർട്ടും ലവും കമൻസിനൊക്കെ ഒരു ബിഗ് താങ്ക്സ്. ബിക്കോസ് ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഇത്രയും വലിയൊരു വരവേൽപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ട്. എപ്പോഴെങ്കിലും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ട്, അതായത് അതിനൊരു ഡെഡ് ലൈൻ ഉണ്ട്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നാളെ ഒരു എക്സാം ഉണ്ട്, അത് നിങ്ങൾക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പോയി പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാനായിട്ടോ ഇരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ഡീവിയേറ്റ് ആയിട്ട് ഫോണിൽ കൂടെ സ്ക്രോൾ ചെയ്യുക, അല്ലെങ്കിൽ മേ ബി നിങ്ങൾക്ക് അതുവരെ ചെയ്യാൻ ഒരു താല്പര്യമില്ലാത്ത തുണി കഴുകുക, വീട് വൃത്തിയാക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടിയിലേക്ക് ഡീവിയേറ്റ് ആയി പോകുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു ദി ക്ലബ്. ദിസ് ഈസ് കോൾഡ് പ്രൊക്രാസ്റ്റിനേഷൻ. സിറ്റുവേഷൻ മനസ്സിലായാലോ? നമുക്കൊരു ഗോൾ ഉണ്ട്, ഒരു ഡെഡ് ലൈൻ ഉണ്ട്, ഇന്ന സമയത്തിനുള്ളിൽ ഇത് ചെയ്ത് തീർക്കണം. നമുക്കത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിലും അത്യാവശ്യം നല്ലൊരു ഐഡിയ ഉണ്ട്. പക്ഷെ അത് ചെയ്ത് തുടങ്ങാനുള്ളൊരു മടി, അതാണ് നമ്മുടെ പ്രശ്നം. എന്നാൽ നമുക്കിത് അറിയുകയും ചെയ്യാം, ഇത് മോശമാണ് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നത്, നമുക്ക് തന്നെ അവസാനം പണിയായിട്ട് വരുമെന്ന് അറിയാം. പക്ഷെ വി കീപ് ഡൂയിങ് ദിസ്, നമ്മൾ വീണ്ടും വീണ്ടും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതെന്തുകൊണ്ടാണ്? ആൻഡ് ഓൾസോ അതെങ്ങനെ ഓവർകം ചെയ്യാം? സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ സ്നീക്കി സൈക്കോളജി ബിഹൈൻഡ് ദിസ് പ്രൊക്രാസ്റ്റിനേഷൻ, ആൻഡ് ഓൾസോ അത് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാന്നുള്ളത് ഒരു സയൻസ് ബാക്ക്ഡ് ഒരു 2-3 സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ പാർട്ടിലേക്ക് വരാം. പ്രൊക്രാസ്റ്റിനേഷൻ മോശമാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അത് ചെയ്യുന്നത്? ഇത് ശരിക്കും നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കളിയാണ്. ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ബ്രെയിനെ ജസ്റ്റ് ഒരു 2 പാർട്ടായിട്ട് കൺസിഡർ ചെയ്യാം. And this part is PFC, the prefrontal cortex, അല്ലെങ്കിൽ അതിനൊരു ലോജിക്കൽ പ്ലാനർ എന്ന് വേണേൽ പറയാം. ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മങ്കി. ഓക്കെ, സോ നിങ്ങൾക്കൊരു ഡെഡ് ലൈൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾക്കൊരു എക്സാം ഉണ്ട്. അപ്പോൾ ഈ PFC പാർട്ട് എന്ന് പറയും, അത് ലോജിക്കലി ആണ് ചിന്തിക്കുന്നത്. അത് പറയും, നീ ഇപ്പം പഠിച്ചു തുടങ്ങുവാണെങ്കിൽ നിനക്ക് ഒരാഴ്ച കഴിയുമ്പോഴേക്കും 10 ചാപ്റ്റർ തീർക്കാൻ പറ്റും. സോ നീ അത് ഇപ്പം പഠിച്ചു തുടങ്ങും എന്നുള്ളൊരു ലോജിക്കൽ വൈസ് ആയിട്ടുള്ളൊരു സജഷൻ നമുക്ക് തരും. പക്ഷേ ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മങ്കി എങ്ങനെയാണെന്നറിയാവോ? അതിന് ഈ ഒരു ലോങ് ടേം ഗോൾസിലൊന്നും വലിയ താല്പര്യമില്ല. അതായത് ഇപ്പോഴത്തെ ഒരു സന്തോഷമാണ് ആൾ നോക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു ഫോണിൽ കൂടി ഇങ്ങനെ ഇൻസ്റ്റാ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മങ്കി എന്ത് പറയും? വേണ്ട, നമുക്ക് ഇച്ചിരി കൂടെ കഴിഞ്ഞ് ചെയ്യാം, ഇനി ഒരാഴ്ചയും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞ് പഠിക്കാം. അങ്ങനെ അവസാന നിമിഷം വരെ അത് കൊണ്ടെത്തിക്കും. സോ ഇതാണ് 2 പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇവർ തമ്മിലൊരു ഫൈറ്റ് പോലെയാണ് നമുക്കൊരു ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നത്. നിങ്ങൾക്ക് തീരുമാനിക്കണം, ഇപ്പം പഠിക്കണോ അതോ ഇച്ചിരി കഴിഞ്ഞ് പഠിക്കണോ. അപ്പോൾ മോസ്റ്റ്ലി എല്ലാവരും എവിടെ ചൂസ് ചെയ്യും? ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മങ്കിയുടെ കൂടെ അങ്ങ് പോകും. അതായത് ഇച്ചിരി കഴിഞ്ഞ് പഠിക്കാം, അല്ലെങ്കിൽ അവസാന നിമിഷം പഠിക്കാം എന്നൊരു രീതിയിലേക്ക് പോകും. സോ ഇതാണ് ബേസിക്കലി നടക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു ലേസിനെസ് കൊണ്ട് മാത്രമല്ല എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കുന്നത്. ചില സമയങ്ങളിൽ ഒരു ഡീപ്പ് ഇമോഷണൽ റീസണും ആകാം. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ, അതായത് ഞാനിത് ചെയ്താൽ ഇത് സക്സസ് ആയില്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പേടി. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് റിവാർഡ് കിട്ടാത്തത് നമുക്ക് എപ്പോഴും ഒരു ഡീമോട്ടിവേഷൻ ആയിട്ട് പോകാറുണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതൊരു ലോങ് ടേം ഗോൾ ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കണം, നിങ്ങൾ വണ്ണം കുറച്ചിട്ട് 2 ദിവസം നല്ല രീതിയിൽ പണിയെടുക്കുകയാണ്, കാർഡിയോ ഒക്കെ ചെയ്യുകയാണ്, പക്ഷേ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വലിയ മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് റിവാർഡ് കിട്ടാത്തത് നിങ്ങൾക്കൊരു ഡീമോട്ടിവേഷൻ ആയിട്ട് മാറാം. ആൻഡ് ഓൾസോ പെർഫെക്ഷനിസം, അതായത് പലർക്കും ഉള്ളൊരു കാര്യമാണ്, ഞാൻ ചെയ്യുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഞാനത് ചെയ്യാൻ പോകത്തില്ല. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ആ ഒരു കാത്തിരിപ്പിൽ മിക്കപ്പോഴും നമ്മളത് ചെയ്യാതെ തന്നെ ആവുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാം. സോ ഈ 3 റീസൺസും കൂടെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓരോ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെക്കുന്ന സമയത്ത് ലേസിനെസ് മാത്രമല്ല, ഈ ഉള്ള റീസൺസും കൂടെ കാരണമാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനിയാണ് മേജർ പാർട്ട് വരുന്നത്. എങ്ങനെ നമുക്കിത് ഫിക്സ് ചെയ്യാം? അതിന് വേണ്ടിയിട്ട് ഒരു 5 സയൻസ് ബാക്ക് സ്ട്രാറ്റജീസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ശരിക്കും വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാട്ടോ. നിങ്ങൾ ഇതിൽ ഒരെണ്ണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് 2-minute റൂൾ. എന്താണ് 2-minute റൂൾ? അതായത് നമുക്ക് പലപ്പോഴും മടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ അത്ര റിയലിസ്റ്റിക് അല്ലാത്ത ഗോൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ബുക്ക് വായിച്ചു തുടങ്ങണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നാളെ തൊട്ട് ഞാനൊരു 1 മണിക്കൂർ ബുക്ക് വായിക്കാൻ പോകണം. ഇതുവരെ നിങ്ങൾക്ക് ഇല്ലാത്തൊരു ശീലമാണ്. നിങ്ങളത് 1 മണിക്കൂറിലേക്കൊക്കെ സെറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് പലപ്പോഴും മടിയാവും. ഇനി 1 മണിക്കൂർ വായിക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് മൊത്തത്തിൽ മടിയാവും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം?
നിങ്ങൾക്ക് നാളെ തൊട്ട് ഇപ്പോൾ ബുക്ക് വായിക്കണമെന്നൊരു ഗോളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഒരു 2 മിനിറ്റ് നിങ്ങളത് വായിക്കുമെന്ന് തീരുമാനിക്കുക. ഓക്കെ, അതായത് നാളെ ഞാൻ 2 മിനിറ്റ്സ് ഇന്ന ബുക്ക് വായിക്കും. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്, 2 മിനിറ്റ്സ് ആണല്ലോ, ഇച്ചിരി സമയമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഒന്നെങ്കിൽ ഓക്കെ 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ അടച്ചു വെച്ചിട്ട് പോകും, ബട്ട് സ്റ്റിൽ വി സ്റ്റാർട്ടഡ്. ഓക്കെ, സോ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്ത് 4 മിനിറ്റ്സ് ആക്കാം, പിന്നെ അടുത്ത ദിവസം പിന്നെ 6 മിനിറ്റ്സ് ആക്കാം, അങ്ങനെ. പക്ഷെ വേറൊരു പ്ലസ് പോയിന്റും കൂടെ ഉണ്ട് ഇവിടെ. നോർമലി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്കത് വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരികയും ചെയ്യും, നമ്മളത് 2 മിനിറ്റ് എന്നുള്ള അതിൽ കൂടുതലാവുകയും ചെയ്യും. സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ടെക്നിക്ക്, 2 മിനിറ്റ്. സെക്കൻഡ് ടെക്നിക്ക് എന്ന് പറയുന്നത് പൊമോഡോറോ ടെക്നിക്കാണ്. ഇതെന്താണ്, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ പഠിക്കാനായിട്ട് ഇരിക്കുകയാണ്, നിങ്ങൾക്ക് എക്സാം ആണ്. നമ്മൾ എങ്ങനെയാണ് നോർമലി ഗോൾ സെറ്റ് ചെയ്യുന്നത്, നമ്മൾ 2 hours ഫിസിക്സ് പഠിക്കുന്നു, 2 hours കെമിസ്ട്രി പഠിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും ഗോൾ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ടെക്നിക്ക് പറയുന്നത് നിങ്ങൾ 25 മിനിറ്റ്സ് പഠിക്കുക, എന്നിട്ട് 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക, പിന്നെയും 25 മിനിറ്റ്സ് പഠിക്കും. അതിനകത്തൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ബ്രേക്ക് എന്ന് പറയുന്നത് നിങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ടെലിവിഷൻ കാണുകയോ ആയിരിക്കരുത്. ഒരു വോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം കുടിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ബോഡി എൻഗേജ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ആ 5 മിനിറ്റ് ബ്രേക്കിൽ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബോഡി തന്നെ ഒന്ന് റിഫ്രഷ് ആവും. പിന്നെ തിരിച്ചു വന്ന് 25 മിനിറ്റ്സ് പഠിക്കുമ്പോൾ അത് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ എന്തൊരു ടാസ്ക് ചെയ്യുവാണെങ്കിലും നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഒരു 25 മിനിറ്റ്സ് വർക്ക് പ്ലസ് 5 മിനിറ്റ് ബ്രേക്ക് എന്ന് പറയുന്നതാണ് ഒരു പൊമോഡോറോ. ഓക്കെ, അങ്ങനെ ഒരു 4 സൈക്കിൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു 10 to 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ഒരു വലിയ ബ്രേക്ക് എടുക്കാം. സോ ഈ ഒരു ടെക്നിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ദിസ് ഈസ് വെരി യൂസ്ഫുൾ. സോ അടുത്ത ടെക്നിക്കാണ് ടെംപ്റ്റേഷൻ ബണ്ട്ലിംഗ്. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രെയിനെ ഒന്ന് ട്രിക്ക് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യവും ഇഷ്ടമില്ലാത്തൊരു കാര്യവും കൂടെ കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. ഇത് എല്ലായിടത്തും ഒന്നും ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല. ചില കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യുന്നത് ഇഷ്ടമല്ല, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നാൽ നിങ്ങൾക്ക് പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ നിങ്ങൾക്ക് പാട്ട് കേട്ടുകൊണ്ട് എക്സസൈസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യവും ഇഷ്ടമുള്ളൊരു കാര്യവും കൂടെ പെയറപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ ചില സമയത്തൊക്കെ നിങ്ങൾക്കത് പയ്യെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഇഷ്ടമില്ലാത്ത കാര്യവും ഇഷ്ടപ്പെട്ട് തുടങ്ങും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഞാൻ അങ്ങനെ അധികം ട്രൈ ചെയ്യാത്തൊരു കാര്യം കേട്ടോ. അപ്പം നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യുവാണെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ എങ്ങനെ അത് വർക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് പറയാം. ഫൈനൽ ടെക്നിക്ക് എന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റി ഹാക്ക്. അതായത് നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു റിലേറ്റീവിനോടോ നിങ്ങൾക്ക് പറഞ്ഞു വയ്ക്കാം. എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, നമ്മളൊരു ആൾക്കാരോട് ഞാനിത് ചെയ്യും എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് തന്നെ ഒരു പ്രഷർ വരും ഉള്ളിൽ. ഓക്കെ, എനിക്കത് ചെയ്യണം, ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ റീസെൻ്റ്ലി ചെയ്തൊരു കാര്യം ഞാൻ പറയാം. അതായത് ഞാൻ ലേറ്റായിട്ട് ഉറങ്ങുന്ന ഒരാളാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു ഇനി തൊട്ട് ഞാൻ 12 o'clock ഉറങ്ങും എന്നുള്ളത്. അപ്പോൾ എനിക്കിനിയിപ്പോൾ 12 o'clock ഉറങ്ങണം എന്നുള്ളതിനെക്കാട്ടി കൂടുതൽ ഞാനിപ്പോൾ അയാളോട് പറഞ്ഞിട്ടുണ്ട്. സോ എനിക്ക് ഉറങ്ങിയേ പറ്റത്തുള്ളൂ എന്നൊരു ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ഹാക്കും കൂടെ നിങ്ങൾക്ക് ഫൈനലി എന്തെങ്കിലും ഒരു ഗോളിൽ ആപ്ലിക്കബിളാക്കി നോക്കാം. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞ 5 ഹാക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് റിസൾട്ട് തരുന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ആൻഡ് ഓൾസോ ഷെയർ ടു. ആൻഡ് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആൻഡ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ നിങ്ങൾ എന്താണ് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തിരുന്നത് അത് ബീറ്റ് ചെയ്യാനായിട്ട് ഇതിൽ ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ആൻഡ് ഇഫ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ടു യു പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. അങ്ങനെ കുറേ പരിപാടി ഉണ്ടല്ലോ, അതിലെന്തെങ്കിലുമൊക്കെ ചെയ്യുക. And also remember, action beats motivation. So don't wait. Start now. See you in the next video. Bye-bye.